സ്വത്ത് തർക്കത്തെ തുടർന്ന് ഉമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പവൻ ഗോൾഡ് തിരൂർ. കൽപ്പകഞ്ചേരി വളവന്നൂർ വാരിയത്ത് മൊയ്തീൻകുട്ടിയെയാണ് മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാർ ശിക്ഷിച്ചത്. 2016 മാർച്ച് 21-നാണ് സ്വത്ത് തർക്കത്തെ തുടർന്ന് 80 വയസ്സായ ഉമ്മ പാത്തുമ്മയെ മകൻ മൊയ്തീൻകുട്ടി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. പാത്തുമ്മയുടെ ഭർത്താവ് പരേതനായ അബ്ദുറഹ്മാന്റെ പേരിലുണ്ടായിരുന്ന സ്വത്ത് വിറ്റ് മൊയ്തീൻകുട്ടിയുടെ പേരിൽ വസ്തു വാങ്ങിയിരുന്നു. ഇതിനുശേഷം ഇയാൾ മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. ശേഷം പല വീടുകളിലായാണ് പാത്തുമ്മ കഴിഞ്ഞിരുന്നത്. ഇതിനിടെ ജീവിത ചെലവിന് പണം കിട്ടണമെന്നാവശ്യപ്പെട്ട് പാത്തുമ്മ മൊയ്തീന്റെ പേരിൽ തിരൂർ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു. സംഭവ ദിവസം കോടതിയിൽ പാത്തുമ്മയുടെ കേസ് പരിഗണിച്ചു. അദാലത്തിൽ പാത്തുമ്മയും മൊയ്തീനും ഹാജരായി. ഇവിടെ വെച്ച് മാതാവിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് മൊയ്തീൻകുട്ടി കരാറുണ്ടാക്കി. ഇരുവരും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചോലക്കൽ ഇടവഴിയിൽ വെച്ച് വൈകിട്ട് 7 മണിയോടെ മൊയ്തീൻ മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. 27 സാക്ഷികളെയും 21 രേഖകളും 27 തുണ്ടുമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രതിയുടെ നെഗത്തിന്റെ രാസപരിശോധനാ റിപ്പോർട്ടിൽ പാത്തുമ്മയുടെ രക്തമുള്ളതായി തെളിഞ്ഞതാണ് കേസിൽ വഴിത്തിരിവായത്. 2-ാം സാക്ഷി കരീമിന്റെയും കൊല്ലപ്പെട്ട പാത്തുമ്മയ്ക്ക് വേണ്ടി തിരൂർ കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ഇസ്മായിലിന്റെയും മൊഴി കേസിൽ നിർണായകമായി. ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്. മെജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂർ. മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. പവൻ ഗോൾഡ് തിരൂർ.